ഹലോ കൂട്ടുകാരെ, ബെസ്റ്റ് ടൈം ടു അപ്ലോഡ് യുവർ യൂട്യൂബ് വീഡിയോ. അപ്പോൾ യൂട്യൂബിൽ നമ്മൾ വീഡിയോസ് ഇടാനായിട്ട് പ്രത്യേകം എന്തെങ്കിലും സമയമുണ്ടോ, അതിന് പെർഫെക്റ്റ് ടൈമിംഗ് എന്ന് പറഞ്ഞ ഒന്നുണ്ടോ? ഈ വിഷയത്തിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു പ്രധാനപ്പെട്ട വിഷയം നമ്മൾക്ക് സംസാരിക്കാം. യൂട്യൂബിൽ നമ്മളെല്ലാവരും വീഡിയോസ് ഇടുന്നവരാണല്ലേ. അപ്പോൾ അതിന് ചിലർക്കൊരു പ്രത്യേക സമയമുണ്ടാകും. ചില ആൾക്കാർ വന്നിട്ട് അവർ പല സമയങ്ങളിലായിട്ടൊക്കെയാണ് വീഡിയോസ് ഇടുന്നത്. ചിലപ്പം പകലായിരിക്കാം, രാവിലെ ആയിരിക്കാം, അല്ലെങ്കിൽ വൈകുന്നേരമായിരിക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മുടെ വീഡിയോസ് വന്നിട്ട് യൂട്യൂബിൽ ഇടാനായിട്ട് ഒരു പ്രത്യേക സമയമുണ്ടോ, അങ്ങനെ എന്തെങ്കിലും യൂട്യൂബ് നിർദ്ദേശിച്ചിട്ടുണ്ടോ? അപ്പോൾ ഇതിനെപ്പറ്റി അറിയാത്തവർക്ക് വേണ്ടിയിട്ട് കൂടെയാണ് ഞാൻ ഈ വീഡിയോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ പ്രത്യേകമായിട്ടൊരു സമയമുണ്ടോ യൂട്യൂബിൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ? ഉണ്ടെങ്കിൽ അത് നമ്മൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുമോ? ലോങ് വീഡിയോസ് നമ്മൾ ഏത് സമയം അപ്ലോഡ് ചെയ്യണം, എത്ര വീഡിയോസ് വരെ നമ്മൾ ഒരു ദിവസം അപ്ലോഡ് ചെയ്യാം? അപ്പോൾ ഇതിനെയൊക്കെ കുറിച്ചിട്ട് ധാരാളം സംശയങ്ങൾ നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് നമ്മുടെ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ നമ്മുടെ പെർഫെക്റ്റ് സമയം എന്താണ്, ഇതെങ്ങനെ നമ്മൾക്ക് കണ്ടുപിടിക്കാം? അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഇതിൽ അറിയാനുള്ളൊരു കാര്യം, നമുക്ക് നമ്മുടെ വീഡിയോസ് എപ്പോൾ വേണമെങ്കിലും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം. ഇപ്പോൾ രാത്രി 10 മണിക്കായിരിക്കാം, അല്ലെങ്കിൽ അതൊരു പക്ഷേ 12 മണിക്ക് ചെയ്യാം, ഇല്ല 2 മണിക്ക് ചെയ്യാം, അല്ലെ രാവിലെ ഒരു 4-5 മണിക്ക് ചെയ്യാം. അപ്പോൾ അതിനൊന്നും ഒരു സമയപരിധിയില്ല. ഞാൻ ഇപ്പോൾ പറയുന്നത് അപ്ലോഡിങ്ങിനെ പറ്റി മാത്രമാണ്. അതായത് നമ്മൾ ഒരു വീഡിയോ നമ്മൾ ഉണ്ടാക്കിയതിന് ശേഷം അത് അപ്ലോഡ് ചെയ്യുന്നത് വന്നിട്ട് എന്ത് സമയം തന്നെയും അപ്ലോഡ് ചെയ്യാം. പക്ഷേ ആ വീഡിയോ വന്നിട്ട് പബ്ലിക് ആക്കണമെന്നില്ല. അതായത് നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ പ്രൈവറ്റ് ആയി അപ്ലോഡ് ചെയ്യുക, ഇല്ലെങ്കിൽ അൺലിസ്റ്റഡ് ആയിട്ട് അപ്ലോഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച് കാണും, വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോഴേക്കും ഇങ്ങനെയുള്ള ഓപ്ഷൻസ് നമ്മൾക്ക് വരാറുണ്ട്. അതായത് പബ്ലിക് ആണോ, അൺലിസ്റ്റഡ് ആണോ, ഇല്ല പ്രൈവറ്റ് ആണോ, ഷെഡ്യൂൾ ചെയ്യണോ എന്നിങ്ങനെയൊക്കെ അത് നമ്മളോട് ഓപ്ഷൻസ് യൂട്യൂബിൽ ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോസ് വന്നിട്ട് അൺലിസ്റ്റിൽ അപ്ലോഡ് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ ഇത് നമ്മൾ എപ്പോഴാണ് പബ്ലിക് ആക്കേണ്ടത്? ഇതിന് കൃത്യമായിട്ട് എന്തെങ്കിലും സമയമുണ്ടോ? അപ്പോൾ നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും, ഇതിനായി യൂട്യൂബിൽ തന്നെ ഒരു ഫീച്ചറുണ്ട്. എന്താണ്? യൂട്യൂബ് തന്നെ നമ്മളോട് പറയാറുണ്ട്, വീഡിയോസ് ഇടേണ്ട പെർഫെക്റ്റ് ടൈം ഓരോരോ ക്രിയേറ്റേഴ്സും അവരുടെ സ്റ്റുഡിയോയിൽ ചെന്ന് നോക്കിയാൽ ഈ വീഡിയോസ് ഇടേണ്ട പെർഫെക്റ്റ് ടൈം യൂട്യൂബിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അതിനായി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, യൂട്യൂബ് സ്റ്റുഡിയോ നമ്മൾ പോയിട്ട് ഓപ്പൺ ചെയ്ത് നോക്കുക. അപ്പോൾ അങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോഴേക്കും നിങ്ങളെല്ലാവരും ഓഡിയൻസ് എന്ന് പറഞ്ഞ് ഒരു ഓപ്ഷൻ ശ്രദ്ധിച്ച് കാണും അല്ലേ. അപ്പോൾ ആ ഓഡിയൻസ് എന്ന് പറഞ്ഞ ഓപ്ഷന് നമ്മൾ ക്ലിക്ക് ചെയ്ത് പോകുമ്പോഴേക്കും നിങ്ങളെല്ലാവരും ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവിടെ ഒരു ബോക്സിനകത്ത് കുറച്ച് ഒരു ടെക്സ്റ്റായിട്ട് ഒരു മെസ്സേജ് ഉണ്ടായിരിക്കും. എന്താണത്? വെൻ യുവർ വ്യൂവേഴ്സ് ആർ ഓൺ യൂട്യൂബ് എന്ന്. അതായത് നമ്മുടെ വ്യൂവേഴ്സ് യൂട്യൂബിൽ ധാരാളമായിട്ട് എൻഗേജ് ആയിരിക്കുന്ന സമയം എന്താണ് എന്നുള്ള ഒരു കാര്യത്തിന് താഴെ ഒരു ഗ്രാഫ് പോലെ, ഒരു പിങ്ക് കളറിലെ ഒരു ഗ്രാഫ് പോലെ ഒന്ന് കാണാം. അപ്പോൾ സാധാരണ ഒരു ചാനലിന് ഒരു 500 സബ്സ്ക്രൈബേഴ്സൊക്കെ ആകുമ്പോഴോ ഇല്ല നല്ല വ്യൂസ് ലഭിക്കുമ്പോഴോ ആണ് ഈ ഫീച്ചർ നമ്മൾക്ക് ലഭിക്കുന്നത്. അതായത് ആ ഫീച്ചറിൽ പോയാൽ നമ്മൾക്ക് കുറച്ച് ടൈമിങ്സൊക്കെ അതിൽ കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ആ പ്രത്യേക സമയത്താണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ട്, ഇല്ല നമ്മുടെ വ്യൂവേഴ്സ് വന്നിട്ട് യൂട്യൂബിൽ ആക്റ്റീവായിട്ട് ഇരിക്കുന്നു എന്നാണ്. ഇപ്പോൾ ഇതിൽ ഡാർക്ക് കളേഴ്സായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും, കുറച്ച് സ്ഥലത്ത് ലൈറ്റ് കളേഴ്സ് ആയിട്ടും കാണാൻ പറ്റും. അപ്പോൾ ഡാർക്ക് കളേഴ്സ് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഓഡിയൻസ് ഏറ്റവും ആക്റ്റീവായിട്ട് ഇരിക്കുന്ന സമയമാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ ഈ ദിവസങ്ങളുടെ പേര് ആൽഫബറ്റ്സ് അതിൽ സൂചിപ്പിച്ച് കാണാം. അതായത് സൺഡേ, മൺഡേ, ട്യൂസ്ഡേ എന്ന് ഡേയ്സും നമ്മൾക്ക് കാണാൻ പറ്റും. അപ്പോൾ യൂട്യൂബ് നമ്മൾക്ക് അനലൈസ് ചെയ്ത് പറയാറുണ്ട് നമ്മുടെ ഓഡിയൻസ് ഏത് സമയത്താണ് യൂട്യൂബിൽ ആക്റ്റീവായി ഇരിക്കുന്നതെന്ന്. അപ്പോൾ ഇതിൽ നിന്നും ഏത് സമയമാണ് നമ്മൾ വീഡിയോസ് പബ്ലിക് ആക്കേണ്ടത് എന്നറിയാൻ പറ്റും. ലോങ് വീഡിയോസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തുടക്കക്കാർ എന്നും ഒരു ലോങ് വീഡിയോസ് റെഗുലറായിട്ടൊരു പ്രത്യേക സമയത്ത് ഇടുന്നതാണ് ഏറ്റവും ഉത്തമം. അതായത് ബെസ്റ്റ് ടൈമിംഗ് നമ്മളിപ്പോൾ പറഞ്ഞ പോലെ അനലിറ്റിക്സിൽ നോക്കിയിട്ട് അത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മളുടെ വീഡിയോസ് ഇടാൻ. അപ്പോൾ സാധാരണഗതിയിൽ നമ്മുടെ ഇന്ത്യയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പേർക്ക് ജോലി ഉണ്ടാവില്ല. അപ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് അവർ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ
ഒരു 6 മണിക്കൊക്കെ ശേഷം വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ അങ്ങനത്തെ രീതിയിൽ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ട് ഷെഡ്യൂൾ ചെയ്ത് വെക്കാം 6 മണിക്കൊക്കെ ആ വീഡിയോ പബ്ലിക് ആകുന്ന രീതിയിൽ. അപ്പോൾ സാധാരണ എപ്പോഴും ഇവിടേക്ക് ഒരു 6 മണിക്ക് ശേഷമാണ് കൂടുതൽ പേര് യൂട്യൂബിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്നത്. അപ്പോൾ യൂട്യൂബ് നമ്മുടെ വ്യൂവേഴ്സിൽ വീഡിയോസിന് കൂടുതൽ ഇംപ്രഷൻസ് കൊടുക്കും. കൂടുതൽ ആളുകൾ ആക്റ്റീവായിട്ട് നിൽക്കുന്ന നമ്മുടെ വ്യൂവേഴ്സ് കൂടുതൽ പേര് ആക്റ്റീവാണെന്ന് യൂട്യൂബിൻ്റെ അൽഗോരിതം മനസ്സിലാക്കിയിട്ട് ആ സമയത്ത് നമ്മുടെ വീഡിയോസിന് കൂടുതൽ ഇംപ്രഷൻസ് പോകും. അപ്പോൾ കൂടുതൽ ഇംപ്രഷൻസ് യൂട്യൂബ് അയച്ചാലല്ലേ ആ റെക്കമെൻഡേഷൻസ് വഴി നമ്മുടെ കൂടുതൽ വ്യൂവേഴ്സ് ഇതറിഞ്ഞ് നമ്മളുടെ വീഡിയോ കാണാൻ വരികയുള്ളൂ. അതുകൂടാതെ നമ്മളുടെ തമ്പനെയിൽ ആകർഷകമാക്കിയാലും കൂടുതൽ വ്യൂവേഴ്സ് വരും. അപ്പോൾ നമ്മൾ സാധാരണ വൈകുന്നേരം ഒരു 6 മണി മുതൽ 8 മണി വരെ വീഡിയോസ് ഇടുന്നതാണ് കൂടുതൽ നല്ലത്. പിന്നെ വിദേശങ്ങൾക്ക് വെളിനാട്ടിൽ, അതായത് വിദേശത്തുള്ള നമ്മുടെ വ്യൂവേഴ്സൊക്കെയും സാധാരണഗതിയിൽ അവരുടെ സൗകര്യപ്രദമായിട്ട് സമയങ്ങളിൽ നമ്മുടെ വീഡിയോസ് വന്ന് കാണാറുണ്ട്. അപ്പോൾ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞൊരു കാര്യം ഇനി ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മളുടെ എക്സ്റ്റേണൽ സോഴ്സ്, അതായത് വാട്സപ്പ്, ഫേസ്ബുക്ക് തുടങ്ങിയവയിൽ നിന്ന് കൊണ്ടുവരുന്ന ട്രാഫിക് വന്നിട്ട് സാധാരണ ഓർഗാനിക് ട്രാഫിക്, നമ്മൾക്ക് ലഭിക്കുന്ന ഓർഗാനിക് ട്രാഫിക്കിനേക്കാളും വളരെ കൂടുതലാണ്. അപ്പോൾ യൂട്യൂബിന് വന്ന ഒരു എക്സ്റ്റേണൽ സോഴ്സിൽ നിന്നും നമ്മുടെ ചാനലിലോട്ട് ഒരു ട്രാഫിക് വന്നാൽ അത് ഉടനെ മനസ്സിലാകും. ഓരോരോ വ്യൂവും അത് എവിടെ നിന്നാണ് വരുന്നത്, ഏത് രീതിയിലാണ് വരുന്നത്, എങ്ങനെയാണ് വരുന്നത് എന്നൊക്കെ, അതെന്ത് സോഴ്സ് ആണെന്നൊക്കെ യൂട്യൂബ് കൃത്യമായിട്ട് മനസ്സിലാക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും ഇതിൽ നിന്നും നമ്മൾ ഒറ്റ കാര്യമേ മനസ്സിലാക്കേണ്ടതുള്ളൂ. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാൻ പോയാൽ, ഇപ്പോൾ 100 കണക്കിന് 1000 കണക്കിന് ലോട്ടറി ടിക്കറ്റുകൾ വിൽക്കാറുണ്ട് അല്ലേ. അപ്പോൾ എല്ലാവർക്കും ആ ലോട്ടറിയിൽ ഒന്നാമതായിട്ട് പ്രൈസ് അടിച്ചിട്ട് വരുന്നത് വന്നിട്ട് അസംഭവ്യമായ ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ചില ആൾക്കാരുണ്ട്, അത് 1000-ൽ ഒരാളായിരിക്കും. അപ്പോൾ അവരൊക്കെ ഒരു വീഡിയോ ഇടുമ്പോഴായിരിക്കും അവർക്ക് ലക്ഷക്കണക്കിന് വ്യൂസ് ആ ഒറ്റ വീഡിയോയിൽ നിന്ന് തന്നെ കിട്ടുന്നത്. പക്ഷേ അത് ഒറ്റപ്പെട്ട ചില റെയറായിട്ടുള്ള സമയങ്ങളിൽ മാത്രമാണ് അങ്ങനെ നടക്കുന്നത്. അപ്പോൾ നമ്മൾ വന്നിട്ട് അതൊന്നും കൂട്ടാക്കേണ്ട, നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കുക തന്നെ വേണം. ക്ഷമയോടെ യൂട്യൂബിൽ വർക്ക് ചെയ്യുക. പെട്ടെന്ന് വിജയിക്കുന്നത് ചിലവർക്ക് മാത്രം നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ യൂട്യൂബ് വന്നിട്ട് ഒരാൾക്ക് ഇങ്ങനെ ചാൻസ് കിട്ടുമ്പോൾ തന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു 10 ലക്ഷം വ്യൂ ആയിരിക്കും അയാൾക്ക് കിട്ടുന്നത്. പക്ഷേ നമ്മൾ കണ്ടിട്ട് അയ്യോ അവർക്ക് 10 ലക്ഷം വ്യൂ ഒരു ദിവസം കൊണ്ട് കിട്ടി, നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് നമ്മളൊരു കണ്ടൻറ്റ് തയ്യാറാക്കി ഇങ്ങനെയൊക്കെ നോക്കിയിരുന്നിട്ട് വളരെ കുറഞ്ഞ വ്യൂസ് ആണല്ലോ നമുക്കൊക്കെ വരുന്നത് എന്ന് പറഞ്ഞ് നമ്മൾ മനസ്സ് ഒരിക്കലും തളരാൻ പാടില്ല. നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മുൻപോട്ട് പോയാൽ മതി. അപ്പോൾ എൻ്റെ ചാനലിൽ ഇത്തരത്തിലുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്യാറുണ്ട്. പലരും എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത്, അവരുടെ സംശയം എന്താണെന്ന് പറഞ്ഞാൽ ഈ ടെക്കി ലേഡി എന്ന് പറയുന്നത് എൻ്റെ ആദ്യത്തെ ചാനലാണെന്നും വെറും 250 സബ്സ്ക്രൈബേഴ്സൊക്കെ വെച്ചിട്ട് ഈ ചേച്ചി എന്തൊക്കെയാണ് എല്ലാം അറിയുന്നത് പോലെ സംസാരിക്കുന്നതെന്നൊക്കെ പലർക്കും മനസ്സിൽ സംശയം തോന്നാം. അപ്പോൾ ഞാൻ ഒന്നുകൂടെ വ്യക്തമാക്കിയാണ്, ഇതെൻ്റെ മെയിൻ ചാനലല്ല. എനിക്ക് അമേസിംഗ് വേൾഡ് കൂടാതെ വേറൊരു ചാനലും കൂടെ ഉണ്ട്, കെമിസ്ട്രി മെയ്ഡ് സിമ്പിൾ ഫോർ നീറ്റ്. അപ്പം അത് കൂടാതെ അടിച്ചുപോയ 1-2 ചാനലുകളുണ്ട് 2016-ലൊക്കെ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്നുമൊക്കെയുള്ള അനുഭവങ്ങൾ ഉൾക്കൊണ്ടിട്ടാണ്, എൻ്റെ അനുഭവങ്ങളെ അടിസ്ഥാനമാക്കിയിട്ട് ഒരു പ്രത്യേക ചാനലായിട്ട് ഞാൻ ടെക്കി ലേഡിയെ മുൻപോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ എനിക്കൊപ്പം നിങ്ങളും എൻ്റെ യാത്രയിൽ എൻ്റെ കൂടെ ഒരു ഫാമിലിയായിട്ട് നമ്മൾ മുൻപോട്ട് പോവുക. ഒരു ദിവസം ഇല്ലെങ്കിൽ ഒരു ദിവസം നമ്മളെല്ലാവരും ഈ മേഖലയിൽ വിജയിക്കുക തന്നെ ചെയ്യും. അപ്പോൾ പരസ്പരം സഹായിച്ചും സപ്പോർട്ട് ചെയ്തും നല്ല രീതിയിൽ തന്നെ നമ്മൾ ക്ഷമയോടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ യൂട്യൂബിൽ മുന്നേറണം. നമ്മൾക്ക് വളർച്ച തീർച്ചയായും എപ്പോഴെങ്കിലും ഒരു നല്ല ദിവസം നമ്മൾക്കായിട്ടും കാത്തിരിക്കും. അപ്പോൾ എന്നും ഞാൻ ഈ പറയുന്നത് പോലെ രാവിലെ 9 മണിക്ക് എനിക്ക് എത്ര സമയക്കുറവുണ്ടെങ്കിലും ഈ വീഡിയോ ഒക്കെ ഞാൻ ചെയ്യുന്നത് രാത്രിയിൽ 1 മണിക്കൊക്കെയാണ് ചെയ്തിട്ട് ഈ രാവിലെ 9 മണിക്ക് അത് പബ്ലിഷ് ആവാനായിട്ട് ഞാൻ ഷെഡ്യൂൾ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കായിട്ട് ഞാൻ ഒരുപാട് റിസർച്ച് വർക്കും പിന്നെ എനിക്ക് കിട്ടുന്ന മെയിലും മുമ്പത്തെ ചാനലിൽ കിട്ടിയിട്ടുള്ള മെയിലും അതുപോലത്തെ അതിൻ്റെ സ്റ്റുഡിയോയിൽ, അതായത് ഇപ്പോൾ പുതിയതായിട്ട് കിട്ടിയ ചാനലിൽ സ്റ്റുഡിയോസിൽ നിന്ന് ഇതിൻ്റെ ഒന്നും സ്ക്രീൻഷോട്ടോ വിവരങ്ങളോ എനിക്ക് ശേഖരിക്കാനായിട്ട് പറ്റാത്തതുകൊണ്ട് മുൻപിലത്തെ എൻ്റെ ചാനലുകളിൽ നിന്നൊക്കെയാണ് ഞാൻ ആ വിവരങ്ങളൊക്കെ ശേഖരിച്ചിട്ട് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഒരുപാട് നല്ല നല്ല അനിയത്തിമാരും എടുത്തു പറയേണ്ട അനിയന്മാരും സഹോദരിമാരും ഒരുപാട് പേര്, ഇപ്പോൾ ധാരാളം പേര് എന്നെ മോട്ടിവേറ്റ് ചെയ്യാനും ഞങ്ങൾക്കൊക്കെ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പ്രാർത്ഥിക്കാനായിട്ട് ഒരുപാട് ഫാമിലി മെമ്പേഴ്സ് ഇപ്പോൾ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ഈ യാത്ര നമ്മൾക്ക് ഒരുമിച്ച് തന്നെ തുടരാം.
അപ്പോൾ ഞാൻ ഇനിയും തുടർന്നും വീഡിയോസ് ഇതുപോലെ പുതിയതായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എന്നും എനിക്കുണ്ടാകണം. അപ്പോൾ എനിക്ക് ചാനൽ വന്നിട്ട് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ഫ്രണ്ട്സും ഫാമിലിയുമൊക്കെ ഈ ചാനലിനെ മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് എൻ്റെ കൂടെ എന്നും ഒപ്പം ഉണ്ടാകണം എന്ന ആഗ്രഹത്തോടെ ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇത് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ മുൻപ് ഇട്ടിട്ടുള്ള വീഡിയോസ് കാണാത്ത എൻ്റെ കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങളതൊക്കെ ഒന്ന് പോയി കാണുക. അതിൽ യൂട്യൂബിനെ കുറിച്ചിട്ടുള്ള പല കാര്യങ്ങളും ഞാൻ അതിലൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ ഉൾപ്പെടാത്ത കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. അപ്പോൾ ഞാൻ അടുത്ത വരും വീഡിയോസിൽ അത് ഞാൻ ഉൾപ്പെടുത്താം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ഒരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് നാളെ കാണുന്നത് വരെ ബൈ.